നമുക്ക് ഇടുക്കി നേര്യമംഗലത്തിനടുത്തുള്ള ഒരു കർഷക ഗ്രാമം കുറച്ചധികം കാലമായി കാട്ടാന ശല്യത്തിൻ്റെ നടുവിലാണ്. ഒന്നും രണ്ടുമല്ല, കാട്ടാനകൾ കൂട്ടമായിട്ട് 10ഉം 15ഉം ആനകൾ വന്ന് കൃഷി നശിപ്പിക്കുന്നു എന്നാണ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ നമ്മോട് പറയുന്നത്. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇനി ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നേര്യമംഗലത്തിനടുത്ത് കാഞ്ഞിരവേലി എന്ന് പറയുന്ന സുന്ദരമായൊരു കാർഷിക ഗ്രാമം. കൊക്കോയും റബ്ബറും കാപ്പിയും കുരുമുളകും ഒക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ നാട്ടിലെ നാട്ടുകാരുടെയും കർഷകരുടെയും ഒക്കെ ദുരിത ജീവിതം തുടങ്ങുന്നത് ഈ റോഡിന് മറുവശത്ത് നിന്നാണ്. അറുന്നൂറിലധികം കുടുംബങ്ങളാണ് കാഞ്ഞിരവേലി, ഇഞ്ചപ്പതാൽ എന്നിവിടങ്ങളിലായി താമസിക്കുന്നത്. കാട്ടാനകൾ ഈ നാട്ടിലിറങ്ങി ദുരിതം വിതയ്ക്കാൻ തുടങ്ങിയത് 4 കൊല്ലം മുമ്പാണ്. അതുവരെ കാട്ടാന ശല്യം ഈ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. വനം വകുപ്പ് കാട്ടാനകളെ തടയാൻ വൈദ്യുതി വേലി വനാതിർത്തിയിൽ സ്ഥാപിച്ചു. പക്ഷേ അത് പ്രവർത്തനരഹിതമാണ്. ഈ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ച് ആദ്യമൊക്കെ ഇത് നന്നായി വർക്ക് ചെയ്തിരുന്നു. പിന്നീട് അതിനെപ്പറ്റി അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കാത്തതുകൊണ്ട് കാട് കയറി മൂടി, അതിൻ്റെ ബാറ്ററി ചാർജ് ഇല്ല, അതുകൊണ്ട് ആ ലൈൻ ഇതുവരെ വർക്ക് ചെയ്യുന്നില്ല. അതിനാൽ ആന ഇങ്ങോട്ട് വളരെ രൂക്ഷമായി കടന്നു വന്ന് ഈ എല്ലാ കൃഷികളും, ചെറിയ തോതിലല്ല എല്ലാ കൃഷിയും നശിപ്പിക്കുന്നത് ഒരാളുടെ മാത്രമല്ല, ഇപ്പോൾ ഈ പ്രദേശത്തുള്ള മിക്ക ആളുകളുടെയും കൃഷി കൊണ്ടാണ് ഇവിടെയുള്ള മിക്കവരും ജീവിക്കുന്നത്. അതെല്ലാം നശിപ്പിക്കുക, അവരുടെ ജീവിതം വഴിമുട്ടുന്ന ഒരവസ്ഥയെത്തി ഇരിക്കുകയാണ്. നാട്ടുകാർ സ്വന്തമായി പണം മുടക്കി വൈദ്യുതി വേലികൾ പുരയിടത്തിനു ചുറ്റും സ്ഥാപിച്ചു. പിന്നീട് ഇടയ്ക്ക് കുറച്ചുനാൾ കാട്ടാനശല്യം ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ സ്ഥിതി അതിഭയങ്കരമാണ്. ഞാൻ 65 ഇവിടെ വന്ന് ഈ സ്ഥലമായിട്ട് താമസം തുടങ്ങിയതാണ്. ഇതിനു മുമ്പ് 65 ശേഷം 2 പ്രാവശ്യം ആന ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതലാണ് കണക്കല്ലാത്ത രീതിയിൽ ആന കണക്കല്ലാത്ത രീതിയിൽ കൃഷിനാശം വരുത്തുകയും ചെയ്യുന്നു. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. പരാതികൾ പലതവണ വനം വകുപ്പിന് നൽകിയതാണ്. പരിഹാരം കാണാമെന്ന വാക്കു മാത്രമല്ലാതെ മറ്റൊന്നും ഉണ്ടായില്ല. ഇനിയും കാട്ടാനശല്യം തുടർന്നാൽ പ്രത്യക്ഷ സമരത്തിലേക്കുൾപ്പെടെ കടക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പതിനെട്ടിടവും പഠിച്ചാണ് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങുന്നത്. ഇതുപോലുള്ള വൈദ്യുതി വേലികളൊക്കെ പൊളിച്ച് നിഷ്പ്രയാസം അത് പുരയിടത്തിൽ കയറുന്നു, കൃഷിവിളകൾ നശിപ്പിക്കുന്നു. ശാശ്വത പരിഹാരം കണ്ടെത്താൻ വനം വകുപ്പിന് മാത്രമേ കഴിയൂ. അതെത്രയും വേഗം ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹരീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഇടുക്കി നേര്യമംഗലത്ത് നിന്നുള്ള വാർത്തകളാണ് നിങ്ങൾ കണ്ടത്. ഒരു കർഷക ഗ്രാമമാണ് ഇതുപോലെ കാട്ടാനക്കൂട്ടം വന്ന് ആക്രമിച്ച് നശിപ്പിച്ച് കളയുന്നത്. വന്യമൃഗങ്ങളെ പേടിച്ച് മനുഷ്യർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ കേരളത്തിൽ സംജാതമായിട്ട് കുറച്ചു കാലമായി. ആദ്യമൊക്കെ വനാതിർത്തിയിൽ മാത്രമായിരുന്നു ഇത്തരം ബുദ്ധിമുട്ടുകൾ. എന്നാൽ ഇപ്പോൾ കാട്ടാനകളും കാട്ടുമൃഗങ്ങളും കിലോമീറ്ററുകളോളം നാട്ടിലൂടെ സഞ്ചരിച്ച് സ്വൈര്യവികാരം നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവറ്റകളെ പേടിച്ച് ആളുകൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ നാട്ടുമ്പുറത്തും നഗരങ്ങളിലും ഒരുപോലെ ഉണ്ടാകുന്നു. വനാതിർത്തിയിൽ മാത്രമല്ല ഇത്തരം കടുത്ത ദുരിതങ്ങൾ, വനാതിർത്തിക്ക് കിലോമീറ്റർ അപ്പുറത്ത് പോയാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നാണ് പൊതുജനങ്ങൾ പരാതി പറയുന്നത്. അവരുടെ പരിദേവനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കാട്ടാന സ്ഥിരം ശല്യമാണ്. ഇപ്പോൾ നേരത്തെയൊക്കെ ഒരു രാത്രിയിലൊക്കെ ഇറങ്ങണം. ഇപ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങും. നമുക്ക് പേടിയായിട്ട് പറമ്പിലേക്കൊന്നും ഇറങ്ങാൻ നിവൃത്തിയില്ല. നേരം വെളുത്തൊരു 6:30 വരെയൊക്കെ ഉണ്ടാവും. അതിനുശേഷമാണ് കാട്ടിൽ കയറി പോവുള്ളൂ. സ്ഥിരമായിട്ട് ഇവിടെ ആന ഇറങ്ങാറുണ്ട്. അടുത്തുള്ള മേഖലയ്ക്ക് ധൈര്യമായിട്ട് ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ എൻ്റെ പറമ്പിൽ വാഴ തന്നെ ഒരു 10-200 വാഴയോളം കളഞ്ഞു. 2-3 തെങ്ങും തൈ പറിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടാന ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് വേറെ മുൻകാലത്തിൽ നിന്നൊന്നും ഒരു ഇതും സഹായം വരണില്ല. ഇതിനു മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ അറിഞ്ഞ് അച്ഛനും ഞാനും കൂടി പടക്കം പൊട്ടിച്ച് ഓടിച്ചതാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ബെൻസിങ് ഇട്ടിട്ടും വന്ന് അത് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നമുക്ക് മഴയും എല്ലാം കൂടി. അപ്പോൾ ഇതിപ്പോൾ രൂക്ഷമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. കാരണം കാട്ടാനകളുടെ ശല്യം കാരണം ഇവിടെ ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ കൃഷി, നമ്മുടെ സ്വത്ത്, നമ്മുടെ ജീവൻ എല്ലാം പേടിച്ചാണ് നമ്മളിവിടെ കഴിയണേ. അതായത് യൂട്യൂബിലൊരു സന്ദേശം, പ്രമോദ് കുമാർ 24 ചാനൽ അധികാരികളുടെ കൂടെ നിൽക്കൂ, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്
എൻ്റെ സുഹൃത്തെ, നമ്മൾ അധികാരികളുടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് രൂക്ഷമായ വിമർശനം നടത്തുന്നത്. മാത്രമല്ല സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ, കേരളത്തിലെ വാർത്താ ചാനലുകളുടെ പ്രവർത്തനങ്ങളിലൊന്നും അധികാരികളൊന്നും ഇടപെടുന്നില്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതുമായി മുന്നോട്ട് പോകാം. അതല്ല വിധേയനാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. അപ്പോൾ നമ്മൾ സ്വതന്ത്രമായ നിലപാടിലൂടെ മുന്നോട്ട് പോകും എന്നതാണ് നമ്മൾ ആദ്യം മുതലേ തന്നെ എടുത്തിരിക്കുന്ന നിലപാട്. ഇപ്പോഴും ആ നിലപാടിന് മാറ്റമില്ല എന്ന് പറയട്ടെ. അപ്പോൾ റഫീഖ് പറയുന്നു കോവിഡ് കൂടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതൊന്നുമല്ല, കോവിഡ് കൂടിയാലും നമ്മൾ കോവിഡിനെ നേരിട്ടവരാണ്. കോവിഡ് വാറിയേഴ്സ് എത്രയുണ്ടായിരുന്നു നമ്മുടെ കൂടെ. അപ്പോൾ അതിനെ നേരിടാനും നമ്മൾ പഠിച്ചിരിക്കുന്നു. 20 മാസക്കാലത്തെ നമ്മുടെ പരിശീലനം ചില്ലറ കാര്യമല്ല. ലോകം മുഴുവൻ നടുങ്ങി നിന്നപ്പോൾ വളരെ ആവേശത്തോടെ ധൈര്യത്തോടെ നമ്മൾ ഇതിനെ ചെറുത്തവരാണ്. അതുകൊണ്ട് അങ്ങനെ പേക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.